യുഎഇയിൽ കുറഞ്ഞ വാഹന വേഗത മണിക്കൂറിൽ 50 കിലോമീറ്ററായി കുറയ്ക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. 2013-ൽ ലോകാരോഗ്യ സംഘടന യുഎഇയിൽ വിശദമായ പഠനം നടത്തിയിരുന്നു. രാജ്യത്ത് റോഡപകടങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു പഠനം. പിൻസീറ്റിലിരിക്കുന്ന യാത്രക്കാർക്കും കുട്ടികൾക്കും സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുക, ഏറ്റവും കുറഞ്ഞ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്ററിൽ നിന്ന് 50 കിലോമീറ്ററാക്കി ചുരുക്കുക തുടങ്ങിയവയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. IS ആക്രമണത്തെ തുടർന്ന് ഇറാഖിൽ നിന്ന് പലായനം ചെയ്ത ക്രിസ്ത്യാനികൾക്ക് കുവൈത്ത് സഹായമെത്തിച്ചു. IS ആക്രമണത്തെ തുടർന്ന് ഇറാഖിലെ നിനവ പട്ടണത്തിൽ നിന്ന് 14,000-ഓളം ക്രിസ്ത്യാനികൾ പലായനം ചെയ്തു. കുർദ് മേഖലയിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് ഇവരോടൊപ്പം എത്തിയിട്ടുള്ള അസീദികൾ, യാർസൻസ്, സബക് എന്നീ ഗോത്ര വിഭാഗങ്ങളിൽ നിന്ന് കുർദ് മേഖലയിൽ അഭയാർത്ഥികളായി എത്തിയവർക്കും കുവൈത്തിന്റെ സഹായം ലഭിക്കും. 1.5 ലക്ഷം കുട്ടികൾ ഭക്ഷണവും അടിസ്ഥാന സൗകര്യങ്ങളും ലഭിക്കാതെ കഷ്ടപ്പെടുകയാണെന്ന് കുവൈത്ത് എംബസി ഉദ്യോഗസ്ഥർ ഒമാൻ അൽ ഖണ്ടരി അറിയിച്ചു. $200 മില്യൺ സഹായമാണ് കുവൈത്ത് നൽകുന്നത്. യുഎഇയിൽ നൂതനാശയ വാരാചരണത്തിന് തുടക്കമായി. ഈ മാസം 28 വരെ നീണ്ടു നിൽക്കുന്ന UAE ഇന്നോവേഷൻ വീക്കിൽ 800 കണ്ടുപിടുത്തങ്ങൾ അവതരിപ്പിക്കപ്പെടും. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂബിന്റെ നിർദ്ദേശപ്രകാരമാണിത്. നിരവധി സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളും വ്യക്തികളും ഇതിൽ പങ്കാളികളാകുന്നുണ്ട്. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 56 ലക്ഷം തൊഴിലാളികളെ വേതന സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി സൗദി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. പദ്ധതിയുടെ 9ാമത് ഘട്ടം നവംബർ 1-നാണ് നടപ്പാക്കിയത്. സൗദിയിൽ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന 56 ലക്ഷം തൊഴിലാളികളെ വേതന സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതായി സൗദി തൊഴിൽ മന്ത്രാലയം വ്യക്തമാക്കി. 12,550 സ്ഥാപനങ്ങളിൽ 55,96,416 ജീവനക്കാരാണ് വേതന സുരക്ഷാ പദ്ധതിയിൽ ഇപ്പോൾ നിലവിലുള്ളതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. പദ്ധതിയുടെ 9ാം ഘട്ടം നവംബർ 1-നാണ് നടപ്പിലാക്കിയത്. ജിഹ്റ വർഷം 1434-ലാണ് സൗദിയിലെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ വേതന സുരക്ഷാ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. 3000-വും അതിൽ കൂടുതലും തൊഴിലാളികളുള്ള വൻകിട സ്ഥാപനങ്ങളിലാണ് പ്രഥമഘട്ട പദ്ധതി നടപ്പിലാക്കിയത്. 2016 ഫെബ്രുവരി മുതൽ 100-ൽ താഴെ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ പദ്ധതി നടപ്പിലാക്കും. തൊഴിലാളികളുടെ കൃത്യമായ വേതനം കൃത്യസമയത്ത് തന്നെ നടത്തുന്നതാണ് വേതന സുരക്ഷാ പദ്ധതി കൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. തൊഴിലാളികളുടെ ശമ്പളം ബാങ്കിൽ നിക്ഷേപിച്ച വിവരങ്ങൾ എല്ലാ മാസവും മന്ത്രാലയത്തിന് സമർപ്പിച്ചിരിക്കണം. ശമ്പളം നൽകാൻ താമസിക്കുന്ന സ്ഥാപനങ്ങളുടെ മേൽ മന്ത്രാലയം നടപടി സ്വീകരിക്കും. അടുത്തിടെ നടപ്പിൽ വന്ന നിയമമനുസരിച്ച് കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത സ്ഥാപനത്തിന്റെ മേൽ തൊഴിലാളി ഒരാളുടെ പേരിൽ മാത്രം 3000 റിയാൽ പിഴ ഈടാക്കേണ്ടി വരും. അടുത്തിടെ നടപ്പിൽ വന്ന നിയമമനുസരിച്ച് കൃത്യസമയത്ത് ശമ്പളം നൽകാത്ത സ്ഥാപനത്തിന്റെ മേൽ തൊഴിലാളി ഒരാളുടെ പേരിൽ മാത്രം 3000 റിയാൽ പിഴ ഈടാക്കേണ്ടി വരും. ശമ്പളം നൽകാൻ 2 മാസം വൈകിയാൽ തൊഴിലാളിയുടെ തൊഴിൽ പെർമിറ്റ് പുതുക്കൽ ഒഴികെയുള്ള മന്ത്രാലയത്തിന്റെ എല്ലാ സേവനങ്ങളും നിർത്തലാകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. 3-ാം മാസം ശമ്പളം നൽകാൻ താമസിക്കുന്ന തൊഴിലുടമയിൽ നിന്നും അനുമതിയില്ലാതെ തന്നെ സ്പോൺസർഷിപ്പ് മാറ്റം നടത്താൻ തൊഴിലാളിക്ക് അനുമതിയുണ്ടാകും. ന്യൂസ് ബ്യൂറോ, ദമാം. ദമാമിൽ മനുഷ്യക്കച്ചവടത്തിനെതിരെ തൊഴിൽ മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകി. വിവിധ വകുപ്പുകളുമായി ചേർന്ന് മനുഷ്യക്കച്ചവടം നടത്തുന്നത് തടയാൻ മന്ത്രാലയത്തിന്റെ ഇൻസ്പെക്ടർമാർക്കും പരിശീലനം നൽകുമെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അബു സനീൻ അറിയിച്ചു. മനുഷ്യക്കച്ചവടത്തിനെതിരെ തൊഴിൽ മന്ത്രാലയം വീണ്ടും മുന്നറിയിപ്പ് നൽകി. വിവിധ തൊഴിൽ വകുപ്പുകൾ ചേർന്ന് മനുഷ്യക്കച്ചവടം നടത്തുന്നത് തടയാനാണ് മന്ത്രാലയത്തിന്റെ ഇൻസ്പെക്ടർമാർക്ക് പരിശീലനം നൽകുന്നതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ അബ്ദുള്ള അബു സനീർ അറിയിച്ചു. ലോകത്തിലെ 40ഓളം രാജ്യങ്ങളുമായി ഇക്കാര്യത്തിൽ മന്ത്രാലയം ധാരണയിലായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിസ കച്ചവടം ചെയ്യൽ മനുഷ്യ കച്ചവടത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണെന്ന് മന്ത്രാലയം നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. തൊഴിലാളികളെ പണം നൽകി റിലീസ് ചെയ്യാമെന്ന് പരസ്യം ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. ഇത്തരക്കാർക്കെതിരെ മനുഷ്യക്കച്ചവട കുറ്റത്തിന്റെ പേരിൽ ജയിൽ ശിക്ഷയും പിഴയും അനുഭവിക്കേണ്ടി വരും. പത്രങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പണം ഈടാക്കി വീട്ടുജോലിക്കാരെ നൽകാൻ തയ്യാറുള്ള പരസ്യങ്ങൾ ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇത്തരക്കാർക്കെതിരെ സൗദി ആഭ്യന്തര മന്ത്രാലയവുമായി ചേർന്ന് നടപടി സ്വീകരിക്കും. നിശ്ചിത തുകയ്ക്ക് പകരമായി ഗാർഹിക തൊഴിലാളികളുടെ സ്പോൺസർഷിപ്പ് മാറ്റം തയ്യാറാണെന്ന് അറിയിച്ചുകൊണ്ടുള്ള പരസ്യങ്ങൾ പ്രത്യക്ഷമായതിനെ തുടർന്ന് സൗദി മനുഷ്യാവകാശ സമിതി ചെയർമാൻ ഡോക്ടർ മുഫ്ലിഖ് അൽ ഖത്താനി രംഗത്തു വന്നിരുന്നു. മനുഷ്യക്കച്ചവടത്തിൽപ്പെടുന്ന ഈ പ്രവണത അവസാനിപ്പിക്കുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തു കൊണ്ടുവന്ന ശേഷം അവരിൽ നിന്നും വൻതുക ഈടാക്കി റിലീസ് നൽകുന്ന പ്രവണതയും ചില തൊഴിലുടമകൾ ചെയ്യാറുണ്ട്. ഇതും മനുഷ്യക്കച്ചവട പരിധിയിൽപ്പെടുന്നവയാണ്. കഴിഞ്ഞ വർഷം മനുഷ്യക്കച്ചവടവുമായി ബന്ധപ്പെട്ട് 65 കേസുകളാണ് സൗദിയിലെ കോടതികളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മനുഷ്യക്കച്ചവടം 15 വർഷം വരെ ജയിൽ ശിക്ഷയും 10 ലക്ഷം റിയാൽ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ന്യൂസ് ബ്യൂറോ, ദമാം.
മുൻ ശ്രീലങ്കൻ ക്രിക്കറ്റ് താരം അരവിന്ദ് ഡിസിൽവയുടെയും മുൻ പാകിസ്ഥാൻ ക്രിക്കറ്റ് താരം റമീസ് രാജിയുടെയും നേതൃത്വത്തിൽ ദുബായിൽ പുതിയ ക്രിക്കറ്റ് അക്കാദമിക്ക് തുടക്കമാവുന്നതായി ഇരുവരും ദുബായിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമീപഭാവിയിൽ UAE-യുടെ വിവിധ ഭാഗങ്ങളിൽ ക്രിക്കറ്റ് അക്കാദമി സ്ഥാപിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഇത് ഫ്യൂച്ചർ ലെജൻഡ്സ് ക്രിക്കറ്റ് അക്കാദമി എന്നാണ് ഇത് അറിയപ്പെടുക. അന്താരാഷ്ട്ര നിലവാരമുള്ള കോച്ചിംഗ് ക്ലാസുകളാണ് അക്കാദമിയിൽ ചേരുന്ന കുട്ടികൾക്ക് ലഭ്യമാകുക എന്ന് ഇവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജ്വല്ലറി ഗ്രൂപ്പുകളിലൊന്നായ ജോയ് ആലുക്കാസ് 500 ദശലക്ഷം ദിർഹത്തിന്റെ നിക്ഷേപ മൂല്യം വിവിധ ബാങ്കുകളിൽ നിന്നും സമാഹരിച്ചതായി അധികൃതർ അറിയിച്ചു. ദുബായിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് വിവിധ ബാങ്കുകളുടെ പ്രതിനിധികളുമായി ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ഇതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പുവെച്ചത്. UAE-യിലെ 3 മുൻനിര ബാങ്കുകളുമായി യോജിച്ചുള്ള സമാഹരണത്തിലൂടെയാണ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് നിക്ഷേപ വായ്പ നേടിയതെന്ന് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ് പറഞ്ഞു. UAE-യിലെ മുൻനിര ബാങ്കുകളായ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക്, എമിറേറ്റ്സ് NBD, എമിറേറ്റ്സ് ക്യാപിറ്റൽ ലിമിറ്റഡ്, മഷ്രിഖ് ബാങ്ക് എന്നിവിടങ്ങളിൽ നിന്നായി ഇടനിലക്കാരായ ഹോഗൻ ലോവൽസുമായി സഹകരിച്ചാണ് വായ്പ സമാഹരിച്ചത്. സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്ക് ആഫ്രിക്ക ആൻഡ് മിഡിൽ ഈസ്റ്റ് റീജിയണൽ CEO സുനിൽ കൌശൽ, മഷ്രിഖ് ബാങ്ക് ഗ്രൂപ്പ് കോർപ്പറേറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് മേധാവിയും എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റുമായ ജോൺ ലോസിഫിഡസ്, എമിറേറ്റ്സ് NBD ഹോൾസെയിൽ ബാങ്കിംഗ് മേധാവി ജോണതൻ മോറിസ് എന്നിവർ കരാർ ഒപ്പുവെക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. 5 വർഷത്തെ കാലപരിധിയിൽ $80 ദശലക്ഷം സമാഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ജോയ് ആലുക്കാസ് ഗ്രൂപ്പിന്റെ ഉദ്യമമെന്ന് ജോയ് ആലുക്കാസ് അറിയിച്ചു. വിവിധ ബാങ്കുകളിൽ നിന്നായി ഇപ്പോൾ സമാഹരിച്ച അധിക നിക്ഷേപത്തിലൂടെ ബാങ്കുകൾക്കും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങൾക്കുമിടയിൽ കൂടുതൽ വിശ്വാസ്യതയും സുസ്ഥിരതയും ഉറപ്പാക്കാനും സഹായിക്കുന്നതാണെന്ന് ജോയ് ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ജോയ് ആലുക്കാസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ദുബായ്. ബഹ്റൈൻ ദേശീയ ദിനത്തോടനുബന്ധിച്ച് ബിഗ് ഫേസ് ഒരുക്കുന്ന ജയറാം ഷോ 2015 അൽ അഗ്ലി ക്ലബ് ഗ്രൗണ്ടിൽ നടക്കും. സിനിമ, സംഗീത, ഹാസ്യ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ട് വേദിയിലെത്തുന്ന പരിപാടി സംവിധാനം ചെയ്യുന്നത് നാദൃഷയാണ്. കുടുംബ സദസ്സിന് ഏറെ ഇഷ്ടപ്പെടുന്ന നിരവധി താരങ്ങളും ജയറാമിനോടൊപ്പം ഈ ഷോയിൽ പങ്കെടുക്കും. പ്രശസ്ത ചലച്ചിത്ര നടി പ്രിയാമണി, ഗായകൻ ഉണ്ണിമേനോൻ, നാദിർഷ, രമേശ് പിഷാരടി, ധർമ്മജൻ, ഹരിശ്രീ യൂസുഫ്, സാജു നവോദയ, വിഷ്ണു, വിപിൻ, ഗായിക ഡെൽസി നൈനാൻ, പ്രശസ്ത കൊറിയോഗ്രാഫർ ശ്രീജിത്ത് എന്നിവരും വിവിധ കലാപരിപാടികളുമായി ഷോയിൽ അണിനിരക്കും. നാദിർഷയുടെ നേതൃത്വത്തിൽ നാട്ടിൽ വെച്ച് തന്നെ സംവിധാനം ചെയ്തുകൊണ്ടുള്ള തീർത്തും വിനോദ സംഗീത നൃത്ത പരിപാടിയായിരിക്കും ഇതെന്ന് സംഘാടകർ പറഞ്ഞു. ഡിസംബർ 15-ന് അല്ലാലി ക്ലബ് ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി നടക്കുക. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ഖത്തർ ഇന്ത്യ ഫുട്ബോൾ ടൂർണമെന്റിൽ KMCC മലപ്പുറത്തിന് ജയം. TYC തൃശൂരിനെ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് മലപ്പുറം പരാജയപ്പെടുത്തിയത്. കളി തുടങ്ങി 20-ാം മിനിറ്റിൽ സുധീഷാണ് വിജയ ഗോൾ കരസ്ഥമാക്കിയത്. വിജയികൾക്കുള്ള സമ്മാന വിതരണം കിഫ് പ്രസിഡന്റ് സംശുദ്ദീൻ കളകരയും സിറ്റി എക്സ്ചേഞ്ച് CEO ഷറഫ് P ഹമീദും ചേർന്ന് നിർവഹിച്ചു. മോഷൻ തിയേറ്റർ എന്ന പുതിയ നാടക സങ്കേതം കുവൈത്തിലെ നാടകപ്രേമികൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഫ്യൂച്ചർ ഐ തിയേറ്റർ കുവൈത്ത് ബ്ലാക്ക് ഗോൾഡ് എന്ന നാടകം അവതരിപ്പിക്കുന്നു. ഡിസംബർ 2-ാം വാരത്തോടെ കുവൈത്തിൽ അരങ്ങേറാൻ തയ്യാറെടുപ്പുകൾ നടത്തിവരുന്ന ഈ നാടകത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഷമേജ് കുമാർ ആണ്. കുവൈത്തിലെ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ശൃംഖലയായ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഡിസ്കവർ അമേരിക്ക 2015 ഭക്ഷ്യ വിപണന മേളയ്ക്ക് തുടക്കമായി. ഗുറൈൻ ബ്രാഞ്ചിൽ നടന്ന ചടങ്ങ് അമേരിക്കൻ അംബാസഡർ ഡഗ്ലസ് എ സില്ലിമൻ ഉദ്ഘാടനം ചെയ്തു. ഈ മാസം 28 വരെ നീണ്ടു നിൽക്കുന്ന ഭക്ഷ്യമേളയിലേക്കായി പ്രത്യേകമായി ഇറക്കുമതി ചെയ്ത അമേരിക്കയുടെ വൈവിധ്യമാർന്ന ബ്രാൻഡുകളിലുള്ള നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പ്രവാസി എഴുത്തുകളിൽ അനുഭവങ്ങളുടെ തീക്ഷ്ണത സർഗാത്മകമായി പ്രതിഫലിക്കുന്നതായി പ്രശസ്ത ചലച്ചിത്ര സംവിധായകനും ദേശീയ അവാർഡ് ജേതാവുമായ സലീം അഹമ്മദ് പറഞ്ഞു. ദുബായ് ചിരന്തന സാംസ്കാരിക വേദിയുടെ 15-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പ്രസിദ്ധീകരിച്ച 25 പ്രവാസി എഴുത്തുകാരുടെ കഥകളുടെ സമാഹാരം പ്രവാസ കഥകൾ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൽബ ഇന്ത്യൻ സോഷ്യൽ ആൻഡ് കൾച്ചർ ക്ലബ്ബ് നല്ല ആഹാരം നല്ല ആരോഗ്യം എന്ന വിഷയത്തിൽ ആയുർവേദ മെഡിക്കൽ സെമിനാർ സംഘടിപ്പിക്കുന്നു. നവംബർ 24-ന് വൈകുന്നേരം 7 മണിക്കാണ് പരിപാടിയെന്ന് സംഘാടകർ അറിയിച്ചു. റിയാദ് വില്ലാസ് വിന്നേഴ്സ് കപ്പിനും അൽ മദീന റണ്ണർ-അപ്പ് ട്രോഫിക്കും വേണ്ടി നടന്നുവരുന്ന 8ാമത് കേളി ഫുട്ബോൾ ടൂർണമെന്റിന്റെ 2ാമത്തെ മത്സരത്തിൽ ECU ലെൻ സൗദി അറേബ്യ യുണൈറ്റഡ് FC സെമിയിൽ പ്രവേശിച്ചു. 1-നെതിരെ 5 ഗോളുകൾക്ക് അജീർ മെഡിക്കൽ യൂത്ത് ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ECU ലൈൻ സൗദി അറേബ്യ യുണൈറ്റഡ് FC സെമിയിൽ പ്രവേശിച്ചത്.
റിയാദ് വില്ലാസ് വിന്നേഴ്സ് കപ്പിനും അൽ മദീന റണ്ണറപ്പ് ട്രോഫിക്കും വേണ്ടിയുള്ള 8ാമത് കേളി ഫുട്ബോൾ ടൂർണമെന്റിന്റെ 7ാമത്തെ ആഴ്ച റിയാദ് ഫുട്ബോൾ അക്കാദമി സ്റ്റേഡിയത്തിൽ നടന്ന 2ാമത്തെ മത്സരത്തിൽ ECU ലൈൻ സൗദി അറേബ്യ യുണൈറ്റഡ് FC 1-നെതിരെ 5 ഗോളുകൾക്ക് ജെറീൻ മെഡിക്കൽ യൂത്ത് ഇന്ത്യയെ പരാജയപ്പെടുത്തി സെമിയിൽ പ്രവേശിച്ചു. റോയൽ റിയാദ് സോക്കറും IB ടെക് ലാൻഡൻ FCയും തമ്മിൽ നടന്ന ആദ്യ മത്സരത്തിൽ ലാൻഡൻ FC 1-നെതിരെ 2 ഗോളുകൾക്ക് റോയൽ FCയെ പരാജയപ്പെടുത്തിയെങ്കിലും 2 ടീമുകൾക്കും സെമിയിൽ പ്രവേശിക്കാനായില്ല. ഈ ആഴ്ചത്തെ മത്സരത്തോടെ ഗ്രൂപ്പ് എയിൽ നിന്ന് ECU ലൈൻ സൗദി അറേബ്യ UFC ഗ്രൂപ്പ് ജേതാക്കളായി സെമിയിൽ പ്രവേശിച്ചു. ഗ്രൂപ്പ് എയിൽ നിന്ന് 2ാം സ്ഥാനക്കാരായി ചാലിയർ റെയിൻബോ സോക്കർ, ഗ്രൂപ്പ് ബിയിൽ നിന്നും ഗ്രൂപ്പ് ജേതാക്കളായി ഷിഫ അൽ ജസീറ പോളിടെക്നിക് അസീസിയ സോക്കർ, 2ാം സ്ഥാനക്കാരായി സഫേക്കോ അറഫ ഗോൾഡ് കൊണ്ടോട്ടി റിയൽ കേരള എന്നീ ടീമുകൾ നേരത്തെ സെമിയിൽ പ്രവേശിച്ചിരുന്നു. മത്സരങ്ങൾക്ക് മുന്നോടിയായി ബാലചന്ദ്രൻ റിയ, രവി പട്ടുവം, ജിതിൻ, സുധാകരൻ, അജിത്, അഷ്റഫ്, സുധാകരൻ, ഉമുൽ ഹമം, ഹസൻ, മനാഫ്, മുജീബ്, ഷറഫ്, സൂരജ്, റഫീഖ് എന്നിവർ ടീം അംഗങ്ങളെ പരിചയപ്പെട്ടു. ലാൻഡൻ FCയുടെ ബുഷേറിനെ ഈ ആഴ്ചയിലെ ആദ്യ മത്സരത്തിലെയും യുണൈറ്റഡ് FCയുടെ നിഷാദിനെ 2ാമത്തെ മത്സരത്തിലെയും ഏറ്റവും നല്ല കളിക്കാരനായി തിരഞ്ഞെടുക്കപ്പെട്ടു. സൗദി ഫുട്ബോൾ ഫെഡറേഷൻ അംഗീകരിച്ച റഫീർമാരാണ് മത്സരങ്ങൾ നിയന്ത്രിച്ചത്. സഫമക്ക പോളിക്ലിനിക്കിന്റെ നേതൃത്വത്തിൽ ആംബുലൻസ് ഉൾപ്പെടെയുള്ള മെഡിക്കൽ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. ടൂർണമെന്റിന്റെ 8ാമത്തെ ആഴ്ച സെമി ഫൈനൽ മത്സരങ്ങൾക്ക് തുടക്കമാകും. വൈകിട്ട് നടക്കുന്ന ആദ്യ സെമി ഫൈനൽ മത്സരത്തിൽ ഗ്രൂപ്പ് എയിലെ 1ാം സ്ഥാനക്കാരായ ECU ലൈൻ സൗദി അറേബ്യ UFCയും ഗ്രൂപ്പ് ബിയിലെ 2ാം സ്ഥാനക്കാരായ സഫേക്കോ അർഫ ഗോൾ കൊണ്ടോട്ടി റിയൽ കേരളയും തമ്മിൽ ഏറ്റുമുട്ടും. ഗഫൂർ മാവൂർ, കൈരളി ന്യൂസ്, റിയാദ്. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാ കുവൈത്ത് 37ാം കേന്ദ്ര വാർഷിക സമ്മേളനത്തിന് മുന്നോടിയായുള്ള യൂണിറ്റ് സമ്മേളനങ്ങൾക്ക് തുടക്കമായി. നുഗ്ര ഹവല്ലി, അബ്ബാസിയ സി, ഹവല്ലി, വഫ്ര, ഷുഹൈബ, മഖഫ് ഐ, അബു ഹലീബ ബി യൂണിറ്റുകൾ സമ്മേളനങ്ങൾ പൂർത്തിയായി. വിവിധ യൂണിറ്റ് സമ്മേളനങ്ങൾ കലാ കുവൈത്ത് കേന്ദ്ര നേതാക്കളായ TV ഹിക്മത്ത് ഷാജു, വി ഹനീഫ്, സജീവ് M ജോർജ്, ആർ നാഗനാഥൻ എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. 4 ആഴ്ച നീണ്ടുനിന്ന ദമാം കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 2ാമത് ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. ഫൈനലിൽ ആതിഥേയരായ കേരള ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനെ 8 വിക്കറ്റിന് തോൽപ്പിച്ചു. RCC ജുബൈൽ 2ാമത് അൽ തുർക്കി വിന്നേഴ്സ് ട്രോഫി കരസ്ഥമാക്കി. മസ്തിഷ്കത്തിൽ രക്തം കട്ടപിടിച്ച് ചികിത്സാ പ്രയാസമനുഭവിക്കുന്ന നിർധന കുടുംബത്തിലെ ബാലന് ദമാമിലെ ACBI കമ്പനിയിൽ ജോലി ചെയ്യുന്ന 44 തൊഴിലാളികൾ ചേർന്നുള്ള ഫെദർ ടച്ച് എന്ന ആതുര സേവന സംഘവും തിരുവനന്തപുരം പ്രവാസി അസോസിയേഷൻ ട്രിപ്പയും ചേർന്ന് ചികിത്സാ സഹായമൊരുക്കി. ട്രിപ്പയും ഫെദർ ടച്ചും ഒത്തൊരുമിച്ചപ്പോൾ ഇത്തവണ 1 ലക്ഷം രൂപയുടെ 1ാംഘട്ട ചികിത്സാ സഹായം ലഭിച്ചത് നെടുമങ്ങാട് സ്വദേശി ഷെഫിൻ എന്ന 18-കാരനാണ്. തൊഴിൽ തർക്കത്തെ തുടർന്ന് സ്പോൺസർ ഹുറൂബിൽ ആക്കിയ മലയാളി യുവാവ് നവയുഗം സാംസ്കാരിക വേദിയുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും സഹായത്തോടെ നിയമ നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് മടങ്ങി. തിരുവനന്തപുരം പുതുക്കുറിച്ചി സ്വദേശിയായ സജിയാണ് ജീവകാരുണ്യ പ്രവർത്തകരായ ഷിബുകുമാർ, വിൽസൺ ഷാജി, നാസ് വക്കം എന്നിവരുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങിയത്. കേരള യൂണിവേഴ്സിറ്റി സീനിയർ കുട്ടികളുടെ 75 കിലോഗ്രാം വിഭാഗം ബോക്സിംഗ് മത്സരത്തിൽ ചവറ MSMIT വിദ്യാർത്ഥി മുഹമ്മദ് താലിബ് സ്വർണ്ണ മെഡൽ നേടി. നജ്റാൻ പ്രതിഭാ സാംസ്കാരിക വേദി ഫൈസലിയ യൂണിറ്റ് പ്രസിഡന്റ് നാസറിൻ്റെയും കൊല്ലം പഴയാറ്റിൻകുഴി അലി അക്ബർ വില്ലയിൽ സുനിതയുടെയും മകനാണ് മുഹമ്മദ് താലിബ്. സ്വാമി ശാശ്വതീകാനന്ദയുടേത് കൊലപാതകമാണെന്ന് അദ്ദേഹത്തിന് ഗൾഫിൽ വെച്ച് അനിഷ്ട സംഭവങ്ങൾ നേരിടേണ്ടി വന്നുവെന്നും സ്വാമിയുടെ സന്തത സഹചാരിയായ ജേഴ്സന്റെ വെളിപ്പെടുത്തൽ. ഗൾഫിലെ സംഭവങ്ങൾ സ്വാമി തന്നോട് പറഞ്ഞത് കെട്ടിപ്പിടിച്ച് കരഞ്ഞാണെന്നും ജേഴ്സൺ. സ്വാമിയോട് ശത്രുതയുള്ള വെള്ളാപ്പള്ളിക്ക് വേണ്ടി താനാണ് സ്വാമിയെ കൊന്നതെന്ന് ചൂണ്ടിക്കാട്ടി പ്രിയൻ അയച്ച കത്തിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ബിജു രമേശിനോട് പറഞ്ഞിട്ടുണ്ടെന്നും ജേഴ്സൺ വെളിപ്പെടുത്തി. ശാശ്വതീകാനന്ദയുടെ ദുരൂഹ മരണത്തിൽ കേസന്വേഷണത്തിന് നിർണായകമാവുന്ന ഒന്നാണ് SNDP ശിവഗിരി യൂണിയൻ നേതാവ് കൂടിയായിട്ടുള്ള ജേഴ്സന്റെ വെളിപ്പെടുത്തൽ. കേസിലെ നിർണായക സാക്ഷിയായ സാബു 2 തരത്തിലാണ് സ്വാമിയുടെ മരണത്തെക്കുറിച്ച് തന്നോട് പറഞ്ഞതെന്നും ജേഴ്സൺ വ്യക്തമാക്കി. ആ കഥ ചാരിയേക്കാൻ പറഞ്ഞു. അങ്ങനെ കഥക് ചാരിയിട്ട് പിന്നെ അവിടെ നടന്ന സംഭാഷണം ഒരു വലിയ തേങ്ങലും എന്നെ കെട്ടിപ്പിടിച്ചുള്ള കരച്ചിലൂടെയാണ് തീരുന്നത്. അത് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും സങ്കടമുണ്ട്. വെള്ളാപ്പള്ളിക്കും തുഷാറിനും സ്വാമിയോട് ശത്രുത ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളിയെ ജനറൽ സെക്രട്ടറിയാക്കാൻ മുൻകൈയെടുത്തതും ആദ്യകാലങ്ങളിൽ പ്രസ്താവനകൾ എഴുതി മാധ്യമങ്ങൾക്ക് നൽകിയതും സ്വാമിയായിരുന്നു. സ്വാമിയുടെ മരണം ജലസമാധിയല്ല, ചതിസമാധിയാണെന്നും ജോയ്സൺ ചൂണ്ടിക്കാട്ടി. ശാശ്വതീകാനന്ദ സ്വാമിയുടെ ജലസമാധിയല്ല, വർഷങ്ങൾക്ക് ശേഷം ആവർത്തിക്കുന്നു, ഇതൊരു ചതിസമാധിയാണ്. അണ്ടർലൈൻ ചെയ്ത് ഞാൻ പറഞ്ഞു, ചതിസമാധിയാണ്. ആവർത്തിച്ച് പറയുന്നു, ചതിസമാധിയാണ്.
സ്വാമിയോടൊപ്പം നടന്നിരുന്ന സാബു സൂക്ഷ്മാനന്ദയുടെ ആളായിരുന്നുവെന്നും സമാധി പൊളിക്കരുതെന്ന സൂക്ഷ്മാനന്ദയുടെ നിലപാട് സംശയാസ്പദമാണെന്നും ജോയ്സൺ ചൂണ്ടിക്കാട്ടുന്നു. എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയും. സൂക്ഷ്മാനന്ദ സ്വാമിക്ക് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞു നിർത്താം, അല്ലെങ്കിൽ വേണമെന്ന് പറഞ്ഞു നിർത്താം. അല്ലാതെ ഇന്ന രീതിയിലെല്ലാം അന്വേഷിക്കേണ്ട എന്ന് പറയേണ്ട ആവശ്യമുണ്ട്. ശാശ്വതീകാനന്ദ സ്വാമിയുടെ കൂടെ നിൽക്കുമ്പോഴും സൂക്ഷ്മാനന്ദ സ്വാമിയുടെ ഒരു നിഴലായിരുന്നു സാബു. ഒരിക്കലുമല്ലെന്ന് മാത്രമല്ല, സാബു ആലുവായിൽ നിന്ന് മടങ്ങി വന്ന സാബു റൂമിൽ ഗസ്റ്റ് ഹൗസിൽ കിടക്കുമ്പോൾ സാബുവിനോട് ഞാൻ ചോദിച്ചത് എന്താണ് പറ്റിയോന്ന് ചോദിക്കുമ്പോൾ 2 പ്രാവശ്യം 2 രീതിയിലാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. വെള്ളാപ്പള്ളിക്കും മകനും വേണ്ടി താനാണ് സ്വാമിയെ കൊന്നതെന്ന് വെളിപ്പെടുത്തുന്ന പ്രിയന്റെ കത്തിനെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പേ ബിജു രമേശ് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ജോയ്സൺ വെളിപ്പെടുത്തുന്നു. ബിജുവിന് അങ്ങനെ ഒരു കത്ത് വന്നെന്നും പ്രിയൻ കത്ത് അയച്ചിട്ടുണ്ടും അതിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ച ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്. കാര്യം സത്യമാണ്. ശാശ്വതീകാനന്ദ സ്വാമിയുടെ പോസ്റ്റ്മോർട്ടം തൊട്ട് ഇങ്ങോട്ടുള്ള, അതായത് ഈ സംഭവം തൊട്ട് ഉള്ള വിഷയങ്ങൾ പരിശോധിച്ചാൽ ഇതൊരു ആസൂത്രിതമായിട്ടും തന്ത്രപരമായിട്ടും അവസാനിപ്പിക്കലായിരുന്നുള്ള കാര്യത്തിന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും നിഷേധിക്കാൻ കഴിയില്ല. ഇന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് സമഗ്രമായ അന്വേഷണത്തിനാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയെ ഞാൻ മാനിച്ചിട്ട് ആ അന്വേഷണത്തിൽ ഒരു പങ്കാളിയാവാനുള്ള ആഗ്രഹത്തിലാണ് ഞാൻ നിൽക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്. ജെയ്സന്റെ വെളിപ്പെടുത്തലോടെ സ്വാമിയുടെ കൊലയിൽ വെള്ളാപ്പള്ളിയുടെ പങ്ക് അസന്നിഗ്ധമായി പുറത്തുവന്നെന്ന് MP ജയരാജൻ പറഞ്ഞു. വ്യക്തമായി ശാശ്വതീകാനന്ദ സ്വാമിജിയുടേത് സ്വാഭാവിക മരണമായിരുന്നില്ല, അതൊരു കൊലപാതകമായിരുന്നു. അതിൻ്റെ പിന്നിൽ വെള്ളാപ്പള്ളിയുടെ പങ്ക് മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ ചില സംശയങ്ങൾ മാത്രമായിരുന്നു. ആ സംശയങ്ങളെ ബലപ്പെടുത്തുന്ന വിധത്തിലാണ് ശ്രീ ജോയ്സന്റെ സത്യം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഈ വെളിപ്പെടുത്തൽ. വെള്ളാപ്പള്ളിയുടെ യാത്രയ്ക്ക് പിന്നിൽ വർഗീയ ധ്രുവീകരണമാണ് ലക്ഷ്യമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. യാത്രയുടെ സംഘാടകർ RSS ആണെന്നും കോടിയേരി പറഞ്ഞു. ശ്രീനാരായണീയരെ വഞ്ചിച്ച് RSSനെ വളർത്തുകയാണ് വെള്ളാപ്പള്ളിയുടെ ലക്ഷ്യമെന്നും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ സമത്വ മുന്നേറ്റ യാത്രയെ പിന്തുണയ്ക്കുന്നതിനെ ചൊല്ലി യോഗക്ഷേമ സഭയിൽ ഭിന്നത. യാത്രയിൽ പങ്കെടുക്കണമെന്ന സംസ്ഥാന പ്രസിഡന്റ് അക്കിരമണൻ കാളിദാസ ഭട്ടതിരിയുടെ നിലപാടിനോട് യോഗക്ഷേമ സഭയ്ക്കകത്ത് അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി. സംസ്ഥാന എക്സിക്യൂട്ടീവ് തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച പ്രസിഡന്റിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ജനറൽ സെക്രട്ടറി TRV നമ്പൂതിരിപ്പാട് രംഗത്തെത്തിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ സമത്വ മുന്നേറ്റ യാത്ര നയിക്കുന്നത് ആഡംബര വാഹനത്തിലിരുന്ന്. ഇതിനായി 1 കോടി രൂപ മുടക്കി പ്രത്യേക കാരാവാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. ഹൈടെക് സംവിധാനങ്ങളാണ് കരാവാനിൽ ഒരുക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ കരാവാൻ നിർമ്മാണ കേന്ദ്രത്തിൽ രഹസ്യമായാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ആഡംബര കരാവാന്റെ ദൃശ്യങ്ങൾ പീപ്പിൾ TV പുറത്തുവിട്ടു. താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ പാർട്ടിയുടെയും ജനങ്ങളുടെയും അഭിപ്രായമാണ് കണക്കിലെടുക്കുക എന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായാണ് VS ഇക്കാര്യം പറഞ്ഞത്.